ഹായ് ഹലോ, ഇന്നൊരു കല്ലുമ്മക്കായ് വീഡിയോ ആണ്. ഒരുപാട് കല്ലുമ്മക്കായ് ചേട്ടൻ വാങ്ങിയിട്ട് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് അരിക്കടക്കാക്കാന്നും പറഞ്ഞു അതിൻ്റെ ക്ലീനിങ് ആണ് ചേട്ടൻ ചെയ്തുകൊടുക്കുന്നത്. ബാക്കിയുള്ളത് ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനും ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്താൽ നല്ല വൃത്തിക്ക് കിട്ടുവേ. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തു. ഇനി ഇത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ വാ തുറന്ന് വരുന്നത് കേട്ടോ. ഇനി ഇത് ക്ലീനിങ് ആണ് കുറച്ച് പണി. അങ്ങനെ ഞാൻ ഇത് ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിര പോലത്തെ സാധനം ഉണ്ടാകും കേട്ടോ. അതിങ്ങനെ എടുത്ത് കളയണേ, ഇല്ലെങ്കിൽ നമുക്ക് വയറ് വേദന എടുക്കും. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് പുളി ഒറ്റിക്കുന്നുണ്ട് കേട്ടോ. അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് നമ്മുടെ ഈ കല്ലുമ്മക്കായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമേ. അങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇരുമ്പിൻ്റെ ചട്ടി തന്നെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാലും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഈ ഒരു ടൈം ആകുമ്പോൾ. അങ്ങനെ ഇനി കല്ലുമ്മക്കായ് ഫ്രൈ ചെയ്തു. ഇനി നമുക്ക് അരിക്കടക്കേൻ്റെ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നന്നായിട്ട് ഇതാ ചേട്ടൻ ക്ലീൻ ചെയ്തെടുത്ത് കൊണ്ടു തന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഇതുപോലെ ഒന്ന് കീറിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള നേരത്തെ പറഞ്ഞ അതേ വേറെ ഇതിൻ്റെ അകത്തുണ്ടാവും. അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്ത് കളയണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് വേറെ വേദന എടുക്കും, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാവേ. പത്തിരിപ്പൊടിയും അതുപോലെ തന്നെ പുട്ടുപൊടിയും മിക്സ് ചെയ്തിട്ട് കുറച്ച് ചോറും ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ രീതിയിൽ അരച്ച് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പക്ഷെ നമുക്കിപ്പോൾ നാടൻ രീതിയൊന്നും കിട്ടത്തില്ലല്ലോ. പിന്നെ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ചെറിയുള്ളിയും പെരുജീരകവും കൂടി ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഈ ഒരു പരുവായിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഒരു ഇഡ്ഡലി തട്ടിൽ വെള്ളവും വെച്ച് നമ്മൾ ആവി കയറ്റേണ്ടതും വെച്ചതിന് ശേഷം നമുക്കിതിലത് നിറച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിറച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു പണി. അങ്ങനെ എല്ലാ കല്ലുമ്മക്കായും ഇതുപോലെ ചെയ്തെടുക്കുവാണേ. നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു കളർ ഉണ്ടാവും കേട്ടോ. ഞാനത് ഇടാൻ വിട്ടുപോയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഇത് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ ആവി കയറ്റി ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയിലേക്ക് പോകാം. കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആവി ഒരു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം തണുത്ത് കഴിഞ്ഞാൽ വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ. ഇതുപോലെ തട്ടിയിട്ട് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അരിക്കടക്ക റെഡിയായി കേട്ടോ. ഇത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേവിച്ചെടുക്കണേ. അപ്പോൾ കിട്ടുന്നൊരു മണം ഉണ്ടാവില്ലേ, ഒന്നും പറയാനില്ല. കാരണം നമ്മൾ കണ്ണൂർക്കാർക്കും കോഴിക്കോടുകാർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ സ്വാദ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അല്ലേ. നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയാണിത്. അപ്പം മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അപ്പം ഞങ്ങൾ ഇത് കഴിച്ച് നന്നായിട്ട് വയറൊക്കെ നിറച്ചു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ചാ.